Hi teachers, welcome back. Good morning everybody. Today we are going to discuss lesson 6, the use of the present perfect continuous tense. In the previous class we already gone through the present continuous tense and present perfect tense, and now let us discuss about the use of the present perfect continuous tense. So I think you have clear everything, and now let us go through with lesson 6. All of you please try to listen and understand. Okay. The use of present perfect continuous tense. The tense is made by using has or have plus been plus ing form of the verb. So it's used has or have plus been and the ing form of the verb. അതായത് വെർബും ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യുന്നു, ബീന് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ വെർബിൻ്റെ ing ഫോം യൂസ് ചെയ്തിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസസ് ഫോം ചെയ്യുക. അപ്പോൾ നോക്കിക്കോളൂ, ഒരു എക്സാമ്പിൾ പറയാം. ഹി ഹാസ് ബീൻ റീഡിങ്, ദേ ഹാവ് ബീൻ റീഡിങ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ ടെൻസിൻ്റെ തന്നെ ഒരു മെയിൻ പ്രത്യേകത, അല്ലെങ്കിൽ ദ മേജർ ഫീച്ചർ ഓഫ് ദിസ് ടെൻസ് ഈസ് used to show that action that started in the past continue in the present. The major quality or major feature of this tense is it's still the action is going on. The action is still started in the past and still going on in the present. അതായത് ഫ്യൂച്ചർ പണ്ട് തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ബോയ് ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഓൾ ഡേ ആൻഡ് ഹീ ഈസ് സ്റ്റിൽ വെയിറ്റിംഗ് നൗ. ആ ബോയ് പണ്ട് മുതലേ, അല്ലെങ്കിൽ അവൻ എന്നോ മുതൽ തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, പക്ഷേ ഇപ്പോഴും അവൻ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ഇപ്പോഴും അവൻ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിളൂടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഷീ ഈസ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് റിപ്പോർട്ട് സിൻസ് 8 o'clock this morning and she hasn't finished it. അതായത് അവൾ ഇപ്പോഴും ആ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് റൈറ്റ് ചെയ്തതല്ല, അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും 8 മണിയായിട്ടും ഈവൻ 8 o'clock ആയിട്ട് പോലും അത് അവൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത എക്സാമ്പിൾ നോക്കൂ. മൈ പാരൻസ് ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് ലാസ്റ്റ് ഫെബ്രുവരി. അതായത് ലാസ്റ്റ് ഫെബ്രുവരിയിലെങ്ങാണ്ടും ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതാണ്, പക്ഷേ ഇതുവരെ അവരിവിടെ എത്തിയിട്ടില്ല. ആൻഡ് ദേ ആർ നോട്ട് ഹോം യെറ്റ്. ഇപ്പോഴും അവർ വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് ഇത്തരത്തിലാണ്. ഹാസും ഹാവും പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ആണ് അതിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ആണെന്നാണ് പറയുന്നത്. It is used to show that action have just finished. We are more interested in the result. അതായിരിക്കും ജസ്റ്റ്, അല്ലെങ്കിൽ പിന്നീട് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് വെച്ചാൽ ദ ആക്ഷൻ ഹാസ് ജസ്റ്റ് ഫിനിഷ്ഡ്. ആക്ഷൻ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ്, ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വി ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ റിസൾട്ട്. അവർ കൂടുതലും ആ പ്രവൃത്തിയേക്കാളും അവിടെ ആക്ഷനാണ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ഷനാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ആ പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഉദ്ദേശിച്ച ആ ഒരു പ്രവൃത്തി അത് അത് എന്താ കഴിഞ്ഞിട്ട് അധിക സമയം ആയിട്ടില്ല എന്ന് കാണിക്കാനും ആ പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ റിസൾട്ട് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നു. മൈ മദർ ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് ദ ഫുഡ് ഓൺ ദ ടേബിൾ ലുക്ക് ഡെലീഷ്യസ്. അപ്പോൾ നോക്കൂ, മൈ മദർ ഹാസ് ബീൻ കുക്കിംഗ് സിൻസ് ലാസ്റ്റ് നൈറ്റ്. എൻ്റെ അമ്മ ലാസ്റ്റ് നൈറ്റ് പ്രീവിയസ് നൈറ്റിൽ കുക്ക് ചെയ്ത ഫുഡ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ലാസ്റ്റ് നൈറ്റിലാണ് കുക്ക് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒരു മൊമെൻ്റ് എൻഡിങ് ആണ്. ആൻഡ് ദ ഫുഡ് ഓൺ ദ ടേബിൾ ലുക്സ് ഡെലീഷ്യസ്. അതിൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞു, പ്രവൃത്തി റീസെൻ്റായിട്ട് കഴിഞ്ഞു എന്ന് കാണിക്കാനും അതുപോലെ തന്നെ ആ പ്രവൃത്തിയുടെ റിസൾട്ട് എന്താണെന്ന് പറയാനും നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ പറയുകയാണ് ആൻഡ് ദ ഫുഡ് ഓൺ ദ ടേബിൾ ലുക്ക് ഡെലീഷ്യസ്. ആ ഫുഡ് വെച്ചാൽ ഭയങ്കര ഡെലീഷ്യസ് ആണ്, സൂപ്പറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ റിസൾട്ട് നല്ലതാണ്. അതുപോലെ തന്നെ പ്രവൃത്തി റീസെൻ്റായിട്ട് കഴിഞ്ഞു എന്നും കാണിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ സ്നോയിങ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇറ്റ് ഹാസ് ബീൻ സ്നോയിങ്. ഇപ്പം ഭയങ്കര മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ആൻഡ് ദ സ്ട്രീറ്റ് ആർ സ്റ്റിൽ ഫുൾ ഓഫ് സ്നോസ്. ഈ സ്ട്രീറ്റ് ഫുൾ ഓഫ് സ്നോസ് ആണ്, അല്ലെങ്കിൽ സ്നോ കൊണ്ട് മഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ സ്നോ കൊണ്ട് നിറഞ്ഞേക്കുക എന്നാണ് പറയുന്നത്. ഇനി ഒന്ന് രണ്ട് എക്സസൈസസ് ആണ്. അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ എക്സസൈസുകൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കുക കേട്ടോ. എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് വേർബ്സ് നോട്ട് യൂസ്ഡ് ഇൻ ദ കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാത്ത വേർബ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. So there are a few verbs that are hardly ever found in the continuous tense form. They are mostly verbs of sense, feelings or perceptions. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില വേർഡ്സ് അല്ലെങ്കിൽ ചില വേർബ്സ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ ഒരു യൂസേജ് അല്ലെങ്കിൽ അതിൻ്റെ ദേ ആർ മോസ്റ്റ്ലി വേർബ്സ് ഓഫ് സെൻസ്, അല്ലെങ്കിൽ അത് സെൻസ് അല്ലെങ്കിൽ നമ്മളെ സെൻസോ അല്ലെങ്കിൽ ഫീലിങ്സ്, നമ്മളെ കാഴ്ചപ്പാട്, നമ്മുടെ വികാരങ്ങൾ, ഇതൊന്നും സാധാരണയായിട്ട് കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിച്ച് കാണാറില്ല എന്നാണ് പറയുന്നത്. ദേ ഡിസ്ക്രൈബ് ആക്ഷൻ ഓർ സ്റ്റേറ്റ് ആർ നോട്ട് സ്ട്രിക്ട്ലി ഇൻ അവർ കൺട്രോൾ. അപ്പോൾ അതൊരിക്കലും നമ്മളെ കൺട്രോളിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മേ ബി അത് സെൻറ്റൻസുകളിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത്. വി ക്യാൻ കോൾ ദം ഓട്ടോമാറ്റിക് വേർബ്സ്. അപ്പോൾ അത്തരത്തിലുള്ള വേർബ്സിനെ നമ്മൾ ഓട്ടോമാറ്റിക് വേർബ്സ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി സീ ഓട്ടോമാറ്റിക്കലി എവറിത്തിങ് ബിഫോർ അവർ ഐസ്. ചില കാര്യങ്ങൾ നമ്മളെ കണ്ണുകളിൽ ചിലപ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള വേർബ്സിനെ നമ്മൾ ഓട്ടോമാറ്റിക് വേർബ്സ് എന്നാണ് വിളിക്കുന്നത്. വി ഹിയർ, അപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, എവറി നോയ്സ് അറൗണ്ട് ഹൗസ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ആർ ഇൻ ഫ്രണ്ട് ഓഫ് എ. അപ്പോൾ അത്തരത്തിലുള്ള വേർബ്സ് നമ്മളെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഹാവ്, പൊസസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന സാധനങ്ങൾ, സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, നോയ്സ്, റെക്കഗ്നൈസ്, റിമെമ്പർ, റിക്കലക്ട്, ഫോർഗെറ്റ്, നോ, അണ്ടർസ്റ്റാൻഡ്, ബിലീവ്, ഫീൽ, തിങ്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് ഒരിക്കൽ പോലും അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടിന്യൂസ് ടെൻസുകളിൽ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കില്ല. കാരണം അത് ഓട്ടോമാറ്റിക് വേർബ്സ് ആണ്. അത് നമുക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്നല്ലാതെ നമുക്ക് അതിൽ ആ ഫീലിംഗ് എന്താണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതെങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള വേർബ്സിനെ ഓട്ടോമാറ്റിക് വേർബ്സ് എന്ന് വിളിക്കുന്നു.
Remember that for special reason we can use these verbs in the continuous form, but normally അപ്പോൾ സ്പെഷ്യൽ റീസൺസ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നും പറയുന്നില്ല, പക്ഷെ ചില സ്പെഷ്യൽ അതായത് സം സ്പെഷ്യൽ എക്സെപ്ഷണൽ കേസസ് വി യൂസ് ദിസ് ഫോംസ്, ബട്ട് നോർമലി വി ഡസ് നോട്ട് ഡു ദിസ്. Okay, I think all of you understand this portion. If you have any doubt, please try to clear with me. Okay, anyway, thanks a lot. Thanks everybody.